ഇത്രയും മൊഞ്ചുള്ള സ്നാക്സ് ഒക്കെ കണ്ട് ആരല്ലേ കഴിക്കാത്തത്? നല്ല മൊഞ്ചില് ഇത് കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലവർ പോട്ട്, ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു ഫില്ലിംഗ് തന്നെയാട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. ഇത് പല ടൈപ്പിൽ ഉണ്ടാകൂട്ടോ. ഇതിനൊരു ഫില്ലിംഗ് ജസ്റ്റ് ഒരു ചമ്മന്തി, പിന്നെ ഒരു മയോണീസ്, ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വെക്കൂലേ? അത് അങ്ങനെയും വെക്കുന്ന ആൾക്കാരുണ്ട് ട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുത് ട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഒരു ബൗളിലേക്ക് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇളം ചൂടുള്ള വെള്ളം അല്ലേ പച്ചവെള്ളമായാലും പ്രശ്നമൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം. ഹാർഡായി പോകരുത് ട്ടോ. എന്നിട്ട് കുറച്ച് ഓയിൽ തടവിട്ട് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കട്ടോ. ഈ സമയം കൊണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം. ഇത് സമയം കൊണ്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞില്ല, ഞാനൊരു ഷവർമ ടേസ്റ്റ് ഇല്ല അങ്ങനെയാട്ടോ ചെയ്തെടുക്കുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ അഥവാ തക്കാളിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ട്ടോ. പിന്നെ എന്താ പറയാ, പച്ചമുളക് ഇടുന്നുണ്ടെങ്കിൽ ഇടാം. അപ്പൊ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 1/4 കപ്പ് വെച്ചിട്ട് മതി. പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞളിട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നേരം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിലേക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒട്ടും കൂടി പോകരുത് ട്ടോ. കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പോൾ ഇതാ ഞാനിത് അതിൻ്റെ ഇടയിൽ സ്പൈസി മയോണീസ് ഇല്ലേ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബുൾസൈ ആക്കിയിട്ട് അങ്ങനെയാട്ടോ ചെയ്തെടുത്തത്. ബുൾസൈ വെച്ചിട്ടുള്ള മയോണീസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ. ഷോർട്സ് ആക്കിയിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് അതിലേക്ക് ഈ മയോണീസും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സ്പൈസി മയോണീസ് വേണ്ടെങ്കിൽ നോർമൽ മയോണീസ് റെഡിയാക്കി എടുത്താലും മതി. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ആട്ടോ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവില്ലേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് നല്ല കുഞ്ഞായിട്ടുള്ള പൂരിന്റെ വലുപ്പം അത്രയും വേണ്ട, അതിൽ നിന്ന് കുഞ്ഞായിട്ടുള്ള ബോൾസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതാ ബോൾസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ടൈമിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. കട്ടിയായി പോകരുത്. ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. ഇതിൻ്റെ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വീർത്തി വരുമല്ലോ, അങ്ങനെ ചെയ്യാണ്ടിരിക്കേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എൻ്റെ അടുത്തുള്ള ഗ്ലാസ് കുറച്ച് വലിപ്പമുള്ളതാണ്. സ്റ്റീലിന്റെ ഗ്ലാസ്. ഇതിലും ചെറിയ ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ലേ, അതാകുമ്പോൾ നമുക്ക് കുഞ്ഞായിട്ടുള്ള പോട്ട് കിട്ടും. എൻ്റെ അതൊരു മീഡിയം വലിപ്പം ഉണ്ടേനും. ഇതേപോലെ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ പിരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാളും നല്ലതായിട്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗം ഉണ്ടാവും, ഒന്ന് കട്ട് ചെയ്ത് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പം നല്ല ചൂടായ ഓയിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇതാ ഫസ്റ്റ് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വിട്ട് വരും കേട്ടോ ഗ്ലാസ്സമ്മന്ന്. കേട്ടോ ഇത് നല്ല പോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഉൾഭാഗവും നല്ലോണം എന്താ പറയാ കുക്കായി വരണം. പുറമേ നല്ലോണം ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതാ നമ്മളെ ഫ്ലവർ പോട്ടിന്റെ എല്ലാ പോട്ടും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രസമില്ല ഇത് കാണാൻ. ഇതിങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. ഇത് കുറച്ചധികം സമയം ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ക്രിസ്പിനെസ് ഒക്കെ പോയി പോകും കേട്ടോ. ഇനിയിപ്പോ ഇതാ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് മയോണീസ് ഇല്ലേ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മയോണീസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പോട്ടിലും ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ ഫില്ലിംഗ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. ഈ ഫില്ലിംഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പച്ച ചമ്മന്തി ഇല്ലേ അത് റെഡിയാക്കി എടുക്കുക. കുറച്ച് മയോണീസ് റെഡിയാക്കുക. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതിന്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് റെഡിയാക്കി എടുത്തത്. അപ്പോൾ എല്ലാ പോട്ടിലും നമുക്കിപ്പോൾ ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ചു കൊടുക്കുക. ഒരുപാട് വേണ്ട, ഒരു സ്പൂൺ വെക്കുമ്പോൾ തന്നെ നല്ലപോലെ ഫില്ലായി വരും കേട്ടോ. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. എന്ന് വെച്ചാൽ പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള പോട്ടല്ലേ, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് മയോണീസും ഒക്കെ വരുമ്പോൾ അപ്പോൾ ഈ ഒരു ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കെച്ചപ്പില്ല ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് മയോണീസ് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ പോട്ട് റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.